നിത്യജീവിതത്തിലെ ഇടനിലക്കാരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് ആമസോണും യൂബറും എല്ലാം ടെക്നോളജിയെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടനിലക്കാർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇത് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ ഒരു മൂന്നാമെന്നതിന് പകരമായിട്ട് രണ്ട് പ്രശ്നങ്ങൾക്കിടയിൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് ഒരു ഇടനിലക്കാരൻ മാറുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ആമസോണും യൂബറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇടനിലക്കാരൻ്റെ റോള് തന്നെയാണ്. അവർ ടെക്നോളജിയെ ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇതിനകത്തൊരു സുതാര്യത ഉണ്ടാക്കുക, ഒരു റെഗുലേഷൻ ഉണ്ടാക്കുക, ഇതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ആക്ച്വലി NGOs ഇടനിലക്കാർ തന്നെയാണ്. കാരണം വെൽഫെയർ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി എത്തിക്കാൻ വേണ്ടി അവർ സർക്കാരിന്റെ പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന NGOs ശരിക്കും ഇടനിലക്കാരാണ്. നമ്മൾ ഇൻ ദ സെൻസിൽ ബ്രൈബ് വാങ്ങിച്ച് ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന ആളുകൾ വേണോന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞു ജനപ്രതിനിധികൾ, ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഇപ്പം നമ്മളൊരു മരണം നടന്ന ആ വീട്ടിൽ ഈ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്താണെങ്കിൽ മറ്റിടത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ സംസാരിക്കാൻ വേണ്ടി. എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് വളരെ സുതാര്യമൊന്നും അല്ല. ഒരു കേസിൽ ഞാൻ പോലീസ് അതാ ഞാൻ പറഞ്ഞു, ബ്രോക്കർ എന്ന് പറഞ്ഞാൽ പൈസ അതാണെങ്കിൽ ആ സാധനമല്ല ഞാൻ പറഞ്ഞത്. അതില്ലാതാവണമെങ്കിൽ നിയമപരമായ സെന്റർ വളരെ അത്യാവശ്യമുള്ള സംഭവം. റിയൽ എസ്റ്റേറ്റിൽ ബ്രോക്കർ ഇല്ലാണ്ട് കാര്യം നടക്കും. പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഭൂമി വിൽപ്പനയിലൊക്കെ നേരിട്ട് മുട്ടാൻ ആൾക്കാർക്ക് പറ്റുമോ? എങ്ങനെ അതിന്റെ മുട്ടണേന് യാതൊരു കുഴപ്പമില്ല. അവർ ചതിക്കപ്പെടും അല്ലേ? ഈ ബ്രോക്കർ നോക്കൂലിയുണ്ടോ? നോക്കൂലില്ല, നമ്മൾ സർവീസ് ചാർജ് വാങ്ങിക്കും. സർവീസ് ചാർജ് വാങ്ങിക്കും. ഓക്കെ, അതിന് നമുക്ക് കൂലി എന്ന് പറയാൻ പറ്റില്ല. അതിന് കൂലി ഒന്നും പറയാൻ പറ്റില്ല. നമ്മളതിന്റെ തൊഴിലായ നമ്മൾ അതിന്റെ സർവീസ് ചാർജ്. ഇതിപ്പോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓൺലൈൻ ആവുകയും ചൂണ്ടുകൂലിയുണ്ട്. ചൂണ്ടുകൂലി കാണിച്ചു കൊടുത്താൽ അതായത് ആരാണോ വാങ്ങിക്കാറില്ല. അത് ചൂണ്ടുകൂലി ഉണ്ടോ? ചൂണ്ടുകൂലി അവിടെ ഒരു ഭൂമി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടി പറഞ്ഞാൽ അങ്ങനെ പോണവരുണ്ടാവായിരിക്കാം. എന്റെ ഒരു ഭൂമി കൊടുക്കാനുണ്ട്, അത് ഞാൻ മാനസികമായി ചിന്തിക്കുകയോ എന്റെ സുഹൃത്തുക്കളോട് പറയുകയോ ചെയ്യുമ്പോൾ ഒരാളത് കേൾക്കുന്നു. ആ കേട്ട ആള് ഇവരിലേക്ക് എത്തിക്കുന്നതാണ് പിന്നീട് ഈ ചൂണ്ടുകൂലിയായിട്ട് മാറുന്നത്. ആ വ്യക്തിക്ക് കൊടുക്കേണ്ട പൈസയാണ് ഈ ചൂണ്ടുകൂലി. അഭിപ്രായം പറഞ്ഞില്ല. ഇടനിലക്കാരും ഏജൻസിയും രണ്ടാണ്. രണ്ടിനും ഇപ്പം അക്ഷയുടെ ഒരു വിഷയം പറഞ്ഞു, അതൊരു ഏജൻസി ആയിട്ട് ഇടനിലയെന്ന് കൂട്ടാൻ പറ്റില്ല. ഒരു ഏജൻസി എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ലീഗൽ ഏജൻസിയാണ്, ഗവൺമെന്റിന്റെ ഒരു ഏജൻസി ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇടനിലക്കാരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഒരു ഇടനിലക്കാരെന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് എല്ലാ വിഷയങ്ങളെയും സമീകരിക്കാൻ പറ്റില്ല. അപ്പം നമ്മള് മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്ന പോലെ ഇടനിലക്കാരുണ്ട്. മതത്തിന്റെ ഒരു ഇടനിലക്കാരാണ് പുരോഹിതർ എന്ന് പറയുന്നത്, അല്ലേ? ദൈവത്തിന്റെ ഇടനിലക്കാർ, ദൈവത്തിനും മനുഷ്യനിടയിലുള്ള ഇടനിലക്കാരായിട്ട് അവർ വരുവാണ്. അപ്പൊ അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു ഉപാധിയായിട്ട് അത് വരികയാണ്. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, പല മാനിപ്പുലേഷനുകൾ അവരുണ്ടാക്കുന്നു. അതൊരു ഇടനില പരിപാടിയാണത്, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ പോലുള്ള ഇടനിലക്കാരുണ്ട്. ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അതിനുള്ളിലുള്ള വലിയ പവർ ബ്രോക്കേഴ്സുകൾ ഉണ്ട്. പക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, ധാരാളം കതറിട്ട ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വെറുതെ രാഷ്ട്രീയം അങ്ങനെ ആ രീതിയിൽ പറയുന്നതല്ല. അപ്പൊ അവിടെ തിരുവനന്തപുരത്തുള്ള, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം തിരുവനന്തപുരത്തുള്ള ആളുകളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, അവതാരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുണ്ട്, അത് വസ്തുതയാണ്. ആ രീതിയിൽ ഉണ്ട്. അതിനകത്ത് പിന്നിൽ ഏതെങ്കിലും പണമോ പാരിതോഷികമോ പ്രതീക്ഷിച്ചുകൊണ്ട് പവർ പൊളിറ്റിക്സിൽ ഇടപെടുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഇതിനകത്ത് പ്രശ്നം. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നു ജനങ്ങൾക്ക് വേണ്ടി, ഓക്കെ, ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ഇടപെടൽ നടത്തുന്നു, അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അയാൾ സാമൂഹ്യ സേവകൻ എന്നുള്ള നിലയിൽ അയാളെ ബ്രോക്കർ എന്ന് പറയാൻ കഴിയില്ല. ട്രാൻസ്പെറന്റ് അല്ലാത്ത, സുതാര്യമല്ലാത്ത ഒരു ഓപ്പറേഷൻ ഇടപെടുന്നതാണ്. അതാണ് അദ്ദേഹത്തെ ഇടനിലക്കാരെന്ന് പറയാൻ പറ്റില്ല. അത് ജനപ്രതിനിധിയാണ്. അപ്പൊ ഇത് രണ്ടാണ്. ഈ ബ്രോക്കർമാരുടെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ജനപ്രതിനിധികളെ ആയിരിക്കില്ല. ഇതിന്റെ ഇടനാഴികളിൽ നിൽക്കുന്ന ഒരു ഉപജാപക സംഘമായിരിക്കും. അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രഹസ്യാത്മകമായി, ജനങ്ങളും ഭരണകൂടവും തമ്മിൽ ഉള്ള രഹസ്യാത്മക ബന്ധം, ഒരു പാലം ഇതിനകത്തുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.